2019 മുതൽ അയ്യപ്പനെ വിഴുങ്ങാത്ത ഭാഗ്യം. ഇനിയിപ്പോൾ പിണറായി മൂന്നാം തവണ അധികാരത്തിൽ വരണമെന്നാണ് പറഞ്ഞത്. മൂന്നാം തവണ പിണറായി അധികാരത്തിൽ വന്നാൽ സ്വാമിയെ എന്ന് നമ്മൾ വിളിച്ചാൽ അയ്യപ്പൻ പിണറായിൻ്റെ വയറ്റുന്ന വിളി വെക്കുക. കാരണം ഇനിയിപ്പോൾ അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ. ബാക്കി സർവ്വതും വിഴുങ്ങി. സ്വർണം വിഴുങ്ങി. ഗോപുരം പോലെ ഇറക്കി കൊണ്ടുപോയി. ഗോപുരത്തിലെ സ്വർണം പോലും. എന്നിട്ട് സ്വർണം ഉരുക്കി മാറ്റി. എന്നിട്ട് ചെമ്പെടുത്ത് അതിലൊരു കോട്ട് സ്വർണം പൂശി. ഇത് സ്വർണം പൊതിഞ്ഞ സ്വർണ്ണമാണ് അഴിച്ചെടുത്ത് ഇതൊക്കെ നടത്തിയത്. എന്നിട്ട് ഒരു നാണവും കൂടെ എന്തായാലും മുഖ്യമന്ത്രി പറയുകയാണ് അയ്യപ്പ സംഗമത്തിൽ വിജയിച്ചതിൻ്റെ ഗൂഢാലോചനയാണ്. ഞാൻ പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ കാലത്താണ് സ്വർണ്ണം ഇളക്കിക്കൊണ്ട്? ഞങ്ങളുടെ കാലത്താണ്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അദ്ദേഹത്തിൻ്റെ മകൻ വരെ യോഗദണ്ഡും രുദ്രാക്ഷവും എടുത്തു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൻ്റെ അന്ന് മുതൽ ആചാര ലംഘനം ആരംഭിച്ചു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വളരെ ഗൗരവമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതിയാണ് പറയുന്നത്. ഇപ്പോൾ UDF അല്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതിയാണോ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുന്നത്?